പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ ആധാരമാക്കി ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. ഈ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം നിരവധി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടന്നിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രണയിച്ചിരുന്നവരും പ്രണയം ഉള്ളിലൊതുക്കിയിരുന്നവരുമൊക്കെ വീണ്ടും കണ്ടുമുട്ടി. അപ്പോഴേക്കും പലരും വിവാഹിതരായി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ കണ്ടുമുട്ടലുകളിൽ പലതും പിന്നീട് മറ്റു ബന്ധങ്ങളിലേക്ക് വഴിമാറി. പങ്കാളികളുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള നിരവധി പരാതികൾ പോലീസിന് മുന്നിലെത്തി. ചിലരൊക്കെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഒളിച്ചോടി. ഇത്തരത്തിലുള്ള പരാതികൾ വർദ്ധിച്ചു വരികയാണെന്നും കുടുംബങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഒടുവിൽ പോലീസിനു തന്നെ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. ഈ വിഷയത്തിലെയും വില്ലൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പിന്നീട് നടന്ന കൊലപാതകവുമായിരുന്നു. 2018 സെപ്റ്റംബർ 23 അന്ന് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ ഒരു പരാതിയുമായെത്തി. പ്രേംകുമാർ എന്നായിരുന്നു ആ പരാതിക്കാരൻ്റെ പേര്. കോട്ടയം ജില്ലയിലെ ഇത്തിത്താനം കൊല്ലമറ്റത്ത് പ്രേം നിവാസിൽ പ്രേംകുമാർ. തൻ്റെ ഭാര്യ വിദ്യയെ കാണാനില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അപ്പോൾ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CV ജോസിന് അയാൾ തൻ്റെ പരാതി നൽകി. പക്ഷേ വിചിത്രമായ മറ്റൊരു കാര്യം കൂടി അയാൾ ജോസിനോട് പറഞ്ഞു. വിദ്യ മുമ്പ് 4 തവണ ഒളിച്ചോടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം കേസെടുക്കണ്ട. കാണാതായതുകൊണ്ട് ഞാൻ പരാതി നൽകിയെന്നേയുള്ളൂ. പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്. ഇങ്ങനെയാണ് പ്രേംകുമാർ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് അന്നു തന്നെ ഈ പരാതിയിൽ കേസെടുത്തു. അതാകട്ടെ ചുരുളഴിച്ചത് ആസൂത്രിതമായി നടത്തിയ ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്കായിരുന്നു. 2 ദിവസത്തിനു ശേഷം, അതായത് സെപ്റ്റംബർ 26 പ്രേംകുമാറിൻ്റെ മൊഴിയെടുക്കാനായി പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പക്ഷേ അയാൾ പറഞ്ഞത്, അന്നെനിക്ക് അസൗകര്യമുണ്ട്, ഞാൻ സ്ഥലത്തില്ല, അതുകൊണ്ട് നവംബർ 1-ാം തീയതി ഞാൻ സ്റ്റേഷനിൽ എത്തി മൊഴി നൽകാം. ഇങ്ങനെയായിരുന്നു പ്രേംകുമാർ പോലീസിനോട് പറഞ്ഞത്. പോലീസിന് ഇതിൽ ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. നവംബർ 1-ാം തീയതിയായി. അന്നും പിറ്റേന്നുമൊന്നും പ്രേംകുമാർ സ്റ്റേഷനിൽ എത്തിയില്ല. അതോടെ പോലീസ് വീണ്ടും പ്രേംകുമാറിനെ വിളിച്ചു. 1-ാം തീയതി സ്റ്റേഷനിലെത്തി മൊഴി തരാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ചു. ഞാൻ ഹൈദരാബാദിലാണ്, അതുകൊണ്ടാണ് സ്റ്റേഷനിലെത്താൻ കഴിയാത്തത്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ സ്റ്റേഷനിൽ വരാം. ഇതായിരുന്നു പ്രേംകുമാറിൻ്റെ ഉത്തരം. പരാതി കൊടുത്തിട്ട് ഭാര്യ മുമ്പ് 4 വട്ടം ഒളിച്ചോടിയതാണ്, അതുകൊണ്ട് കേസെടുക്കണ്ട എന്ന് പ്രേംകുമാർ പറഞ്ഞതും മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടും ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് വരാതിരുന്നതും പോലീസിന് സംശയമുണ്ടാക്കി. പോലീസ് രഹസ്യമായി പ്രേംകുമാർ നാട്ടിലെത്തുന്നുണ്ടോ എന്നന്വേഷിച്ചു. എന്നാൽ അയാൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രേംകുമാർ നാട്ടിലെത്തി. സ്റ്റേഷനിൽ ഹാജരാകുന്നതിനു പകരം അയാൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി പോലീസിനോട് വിശദീകരണം തേടി. എന്നാൽ പ്രേംകുമാറിനെതിരെ കേസൊന്നുമില്ല എന്നായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത്. അതോടെ പ്രേംകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. എന്നാൽ അതോടെ പോലീസിന് വല്ലാത്തൊരു ആശയക്കുഴപ്പമുണ്ടായി. പ്രേംകുമാർ പരാതി തന്നു. സ്വാഭാവികമായും മൊഴിയെടുക്കണം. മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ അയാൾ പലതവണ ഒഴിഞ്ഞുമാറി. അതുമാത്രവുമല്ല, മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തു. പോലീസിന്റെ ആശയക്കുഴപ്പം പ്രേംകുമാറിലേക്കുള്ള സംശയത്തിന് വഴിമാറി. കേസിൽ ഇയാൾക്ക് യാതൊരു മനസ്സറിവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോയത്? ഇനി ഭാര്യയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടാകുമോ? ഇങ്ങനെയൊക്കെയായി പോലീസിന്റെ സംശയം. അതോടെ മൊഴിയെടുക്കാനായി വീണ്ടും പ്രേംകുമാറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ പ്രേംകുമാർ സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് പകരം ചെയ്തത് പോലീസ് തന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്നാരോപിച്ച് കമ്മീഷണർക്ക് പരാതി നൽകുകയാണ്. എന്നിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലാത്ത സമയം നോക്കി പോലീസ് സ്റ്റേഷനിലെത്തി. ഈ സമയത്താണ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് എത്തുന്നത്. എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു. ഇതായിരുന്നു ആ ശബ്ദ സന്ദേശം. ആ സന്ദേശം പ്രേംകുമാറിൻ്റേത് തന്നെയായിരുന്നു. വാട്സാപ്പ് മെസ്സേജിലൂടെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു അയാൾ. ഇതോടെ പോലീസിൻ്റെ രീതി മാറി. പോലീസ് മുറയിലായി പിന്നീടുള്ള ചോദ്യം ചെയ്യൽ. അതോടെ പിടിച്ചു നിൽക്കാൻ പ്രേംകുമാറിന് കഴിഞ്ഞില്ല. അയാൾ എല്ലാം ഏറ്റുപറഞ്ഞു. 1994-95 കാലത്ത് തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരായിരുന്നു പ്രേംകുമാറും സുനിത ബേബിയും. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട 5 മരംകാല വാലൻ വിളക്കാരിയായിരുന്നു സുനിത. പഠനം കഴിഞ്ഞ് പലരും പല വഴിക്ക് പിരിഞ്ഞു. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം ഇവർ പഠിച്ച സ്കൂളിലെ സഹപാഠികളെല്ലാം ചേർന്ന് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് പ്രേംകുമാറും സുനിതയും വീണ്ടും പരിചയം പുതുക്കുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 പേർക്കും ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം അവർ പരസ്പരം തുറന്നു പറഞ്ഞു. അതോടെ ആ ബന്ധം കൂടുതൽ ദൃഢമായി.
ഹൈദരാബാദിൽ നഴ്സായിരുന്നു സുനിത. പ്രേംകുമാറുമായുള്ള പ്രണയം ദൃഢമായതോടെ അവൾ ഹൈദരാബാദിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ സുനിത കടയ്ക്കലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു. നാട്ടിൽ സുനിതയ്ക്ക് ഭർത്താവും 3 മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ പ്രേംകുമാറിനോടുള്ള പ്രണയത്തിന് മുന്നിൽ തൻ്റെ കുടുംബമൊന്നും സുനിതയ്ക്കൊരു തടസ്സമായിരുന്നില്ല. അവൾ കടയ്ക്കലിലെ ജോലി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് പേയാട്ടെത്തി. അവിടെയാണ് പ്രേംകുമാർ ജോലി ചെയ്തിരുന്നത്. താൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായി ഗ്രേസ് വില്ല എന്നൊരു വാടക വീട്ടിൽ മറ്റാരും അറിയാതെ പ്രേംകുമാറും സുനിതയും താമസം തുടങ്ങി. പ്രേംകുമാറിനും മറ്റൊരു ഭാര്യയുണ്ടായിരുന്നു. ചേർത്തല കഞ്ഞിക്കുഴി പുതിയാപറമ്പ് സ്വദേശിനിയായ വിദ്യയായിരുന്നു അയാളുടെ ഭാര്യ. വിദ്യയുടെ 4ാമത്തെ ഭർത്താവായിരുന്നു പ്രേംകുമാർ. ഒരു തരത്തിൽ വിദ്യ പ്രേംകുമാറിനെ ചതിക്കുകയായിരുന്നു. അവർ തമ്മിൽ പരിചയപ്പെട്ടതും യാദൃച്ഛികമായിട്ടായിരുന്നു. മൂവാറ്റുപുഴയിലുള്ള ഒരു ഹോട്ടലിൽ സൂപ്പർവൈസറായിരുന്നു പ്രേംകുമാർ. തൻ്റെ ബന്ധുവായ ദീപക് എന്നൊരു ചെറുപ്പക്കാരനെ പ്രേംകുമാർ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ വെച്ച് കാണാതായെന്നും അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുമായിരുന്നു വിദ്യ ആദ്യമായി പ്രേംകുമാറിനെ വിളിച്ചത്. ആ ഫോൺ വിളിച്ചെന്നെത്തിയത് ഒരു പ്രണയത്തിലേക്കായിരുന്നു. പിന്നീട് 2 പേർക്കും പിരിയാൻ വയ്യാത്ത വിധം അടുപ്പമായി. അതോടെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്തായാലും അധികം താമസിയാതെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം ഉദയംപേരൂരിൽ ഒരു വാടക വീടെടുത്ത് ഇവർ താമസവും തുടങ്ങി. വിദ്യയോടൊപ്പം കൗമാരക്കാരനായ ഒരു പയ്യനും ഉണ്ടായിരുന്നു. ആ പയ്യനെ വിദ്യ പ്രേംകുമാറിന് പരിചയപ്പെടുത്തിയത് കസിൻ എന്നായിരുന്നു. പക്ഷേ അത് പച്ച കള്ളമായിരുന്നു. അത് വിദ്യയുടെ മുൻ വിവാഹത്തിലുള്ള മകനായിരുന്നു. ഒരു കള്ളവും ഒരുപാട് നാൾ ഒളിച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. വിദ്യ തന്നെ ചതിക്കുകയായിരുന്നു എന്നും കൂടെയുള്ള കസിൻ എന്ന് പരിചയപ്പെടുത്തിയ പയ്യൻ അവളുടെ ആദ്യ വിവാഹത്തിലെ മകനാണെന്നും ഒരു ദിവസം പ്രേംകുമാർ അറിഞ്ഞു. അതോടെ അയാൾ മാനസികമായി തകർന്നു. 2 പേരും തമ്മിൽ എന്നും വഴക്കായി. അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീണു. ഈ സമയത്താണ് പ്രേംകുമാർ സ്കൂൾ ഗ്രൂപ്പിലൂടെ സുനിതയെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. പേയാട് ഒരു വാടക വീടെടുത്ത് താമസമാക്കി. ആ സമയത്തൊക്കെ വിദ്യ ഉദയംപേരൂരിലായിരുന്നു. പക്ഷേ ഒരു ദിവസം വിദ്യ ആ രഹസ്യം അറിഞ്ഞു. തൻ്റെ ഭർത്താവായ പ്രേംകുമാറും സുനിതയും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇതോടെ വിദ്യയും പ്രേംകുമാറും തമ്മിലുള്ള വഴക്ക് രൂക്ഷമായി. വിദ്യയുമായുള്ള വഴക്ക് രൂക്ഷമായതോടെ പ്രേംകുമാറിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അതോടെ അയാൾ കാര്യങ്ങളെല്ലാം സുനിതയോട് തുറന്നു പറഞ്ഞു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിനൊരു പരിഹാരം വേണം. അങ്ങനെ സുനിതയും പ്രേംകുമാറും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. ആ സമയത്ത് ഒരു വാഹനാപകടത്തിൽ കഴുത്തിൽ പരിക്കേറ്റ വിദ്യ ഉദയംപേരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഒരു ദിവസം പ്രേംകുമാർ വിദ്യയെ വിളിച്ചു. നീ തിരുവനന്തപുരത്തേക്ക് വാ, ഇവിടെ നല്ലൊരു ആയുർവേദ ആശുപത്രിയുണ്ട്, അവിടെ ചികിത്സിക്കാം. ഇങ്ങനെയാണ് പ്രേംകുമാർ വിദ്യയോട് പറഞ്ഞത്. അങ്ങനെ 2019 സെപ്റ്റംബർ 20 വിദ്യ തിരുവനന്തപുരത്തേക്ക് വന്നു. പ്രേംകുമാറും സുനിതയും താമസിച്ചിരുന്നത് പേയാടുള്ള ഗ്രേസ് എന്ന വില്ലയിലായിരുന്നു. അർദ്ധരാത്രിയായപ്പോഴേക്കും വിദ്യയെയും കൂട്ടി പ്രേംകുമാർ ഈ വില്ലയിലെത്തി. ആ വില്ലയുടെ മുകൾ നിലയിൽ സുനിതയുണ്ടായിരുന്നു. ഇക്കാര്യം വിദ്യയ്ക്ക് അറിയില്ലായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് പ്രേംകുമാർ മദ്യം വാങ്ങിവെച്ചിരുന്നു. സംസാരിച്ചിരുന്നതിന് ശേഷം പ്രേംകുമാറും വിദ്യയും മദ്യപിച്ചു. അമിതമായി മദ്യപിച്ച വിദ്യ ബോധം കെട്ടുറങ്ങി. വിദ്യ ബോധം കെട്ടുറങ്ങുകയാണെന്ന് മനസ്സിലായതോടെ പ്രേംകുമാർ അവളുടെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തി. വിദ്യയുടെ ശരീരം അനക്കമറ്റതോടെ സുനിത മുകൾ നിലയിൽ നിന്ന് താഴേക്ക് വന്നു. നഴ്സായ സുനിത വിദ്യയുടെ പൾസ് പരിശോധിച്ചു. അവൾ മരിച്ചു കഴിഞ്ഞു എന്നുറപ്പാക്കി. വിദ്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ശവശരീരം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചും പ്രേംകുമാറും സുനിതയും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇതിനായി സർജിക്കൽ ബ്ലേഡുകളും അവർ വാങ്ങി സൂക്ഷിച്ചിരുന്നു. കാരണം നഴ്സായ സുനിതയ്ക്ക് മനുഷ്യ ശരീരം എങ്ങനെ കീറി മുറിക്കണം എന്നതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. അവർ വിദ്യയുടെ ശവശരീരം കീറി മുറിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നിലയ്ക്കാത്ത രക്തപ്രവാഹമുണ്ടായി. എല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും രക്തം അമിതമായി ഒഴുകിയതോടെ 2 പേരും ആകെ ഭയന്നു. അതോടെ ശവശരീരം വെട്ടിമുറിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു. വിദ്യയുടെ മൃതദേഹം 2 പേരും കൂടി പൊക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടിട്ടു. പിന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ സുനിത ജോലിക്ക് പോയി. പ്രേംകുമാറാകട്ടെ അവിടെയും ഇവിടെയുമൊക്കെ കറങ്ങി നടന്ന് സമയം കളഞ്ഞു. എന്തു ചെയ്യണമെന്ന് ഒരു ഊഹവുമില്ല. അതോടെ പ്രേംകുമാർ സഹായത്തിനായി തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. പക്ഷേ അയാൾ തയ്യാറായില്ല. അതോടെ പ്രേംകുമാർ സുനിത ജോലി ചെയ്യുന്ന ആശുപത്രിയിലെത്തി. അവളെയും കൂട്ടി വീട്ടിലെത്തി. വീണ്ടും 2 പേരും കൂടി തല പുകഞ്ഞാലോചിച്ചു. അങ്ങനെ അവരൊരു വഴി കണ്ടെത്തി. വിദ്യയുടെ ശവശരീരം തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുക. രാത്രിയായപ്പോൾ 2 പേരും കൂടി വിദ്യയുടെ മൃതദേഹം കാറിൻ്റെ പിൻസീറ്റിൽ കയറ്റിയിരുത്തി. ഒരാൾ സീറ്റിൽ ചാരി ഇരിക്കുന്നത് പോലെയായിരുന്നു മൃതദേഹം ചാരി ഇരുത്തിയിരുന്നത്. ആരെങ്കിലും കണ്ടാൽ തന്നെ ഒരാൾ ചാരി ഇരിക്കുകയാണെന്നേ തോന്നൂ. അപ്പോഴേക്കും വിദ്യ കൊല്ലപ്പെട്ടിട്ട് 20 മണിക്കൂറോളമായിരുന്നു.
മൃതദേഹം മറിയാതിരിക്കാനും വഴിയരികിൽ ആരെങ്കിലും കണ്ടാൽ സംശയം തോന്നാതിരിക്കാനുമായി സുനിത വിദ്യയുടെ മൃതദേഹത്തിൻ്റെ തോളിൽ കൈയിട്ടിരുന്നു. അങ്ങനെ അവർ തിരുനെൽവേലി നാഗർകോവിൽ ദേശീയപാതയിൽ രാധാപുരം നോർത്ത് വള്ളിയൂരിൽ ഏർവാടി ഓവർബ്രിഡ്ജിനടുത്തെത്തി. അവിടെ വിജനമായ ഒരിടത്ത് വിദ്യയുടെ മൃതദേഹം അവർ ഒരു കുറ്റിക്കാട്ടിൽ തള്ളി. പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ പറഞ്ഞത് മലയാളത്തിലെ ദൃശ്യം സിനിമയും തമിഴിലെ 96 എന്ന സിനിമയും കണ്ടതിൽ നിന്നാണ് തങ്ങൾക്ക് ഇങ്ങനെയൊരു ആശയം കിട്ടിയത് എന്നായിരുന്നു. ഉദയംപേരൂരിൽ നിന്ന് വിദ്യ തിരുവനന്തപുരത്ത് വന്ന് അന്നു തന്നെ അവളുടെ ഫോൺ കൈക്കലാക്കിയ പ്രേംകുമാർ ആ ഫോൺ നേത്രാവതി എക്സ്പ്രസ്സിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിരുന്നു. ഇനി അഥവാ പോലീസ് അന്വേഷണം നടന്നാൽ തന്നെ വഴിതിരിച്ചു വിടാനുള്ള തന്ത്രമായിരുന്നു അത്. വിദ്യയുടെ മൃതദേഹം തമിഴ്നാട്ടിലെ കുറ്റിക്കാട്ടിൽ തള്ളിയതിനു ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ പ്രേംകുമാറും സുനിതയും ഒന്നും സംഭവിക്കാത്തതുപോലെ ജീവിച്ചു. പക്ഷേ ഇതിനിടയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ചില പ്രശ്നങ്ങൾ തുടങ്ങി. അതോടെ വിദ്യയെ കൊലപ്പെടുത്തിയ പ്രേംകുമാർ തന്നെയും ഇല്ലാതാക്കുമെന്നുള്ള പേടി സുനിതയെ വല്ലാതെ അലട്ടി. രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് രൂക്ഷമായതോടെ അവരൊരു തീരുമാനമെടുത്തു. സുനിത താൻ ആദ്യം ജോലി ചെയ്തിരുന്ന ഹൈദരാബാദിലേക്കും പ്രേംകുമാർ ഗൾഫിലേക്കും പോകാൻ തീരുമാനിച്ചു. ഇതിനിടയിലാണ് രണ്ടുപേരും പോലീസിൻ്റെ പിടിയിലാകുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് രണ്ടുപേരെയും തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്തു. പോലീസിന്റെ പിടിയിലായപ്പോഴും രണ്ടുപേർക്കും യാതൊരു കൂസലുമില്ലായിരുന്നു. തലയിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയി എന്നായിരുന്നു അത്രേ പ്രേംകുമാർ പോലീസിനോട് പറഞ്ഞത്. പ്രേംകുമാർ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ തൃശൂർ പടിയൂർ സ്വദേശിനിയായ രേഖ എന്ന സ്ത്രീയുമായി അടുപ്പത്തിലായി. TTC പാസ്സായ രേഖ പാലക്കാട്ടെ ഒരു സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. പല ഹോട്ടലുകളിലും മാനേജരായി ജോലി ചെയ്തിരുന്ന പ്രേംകുമാർ ജോലി അന്വേഷിച്ചെത്തിയപ്പോഴാണ് രേഖയെ പരിചയപ്പെടുന്നത്. എറണാകുളത്തുള്ള ഒരു കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാണ് രേഖ ജോലി അന്വേഷിച്ച് എറണാകുളത്തെത്തിയത്. താമസിയാതെ രേഖയെ വിവാഹം കഴിച്ചു പ്രേംകുമാർ. രേഖയുടെയും രണ്ടാം വിവാഹമായിരുന്നു. താൻ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയെന്നോ ജയിലിലായിരുന്നെന്നോ പ്രേംകുമാർ രേഖയോടും വീട്ടുകാരോടും പറഞ്ഞില്ല. പകരം തൻ്റെ ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചു എന്നാണ് അയാൾ അവരോട് പറഞ്ഞത്. വിവാഹശേഷം ഇവർ താമസിച്ചിരുന്നത് ഒരു വാടക വീട്ടിലാണ്. അങ്ങനെ 5 മാസങ്ങൾ കഴിഞ്ഞു. ഇതിനിടയിൽ പ്രേംകുമാറിന് ഭാര്യയിൽ സംശയമുണ്ടായി. നിരന്തരം വീട്ടിൽ വഴക്കായി. പ്രേംകുമാറിനെതിരെ രേഖ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. പോലീസ് രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം തിരികെ വിട്ടു. 2025 ജൂൺ 4-ന് രേഖയുടെയും അവളുടെ അമ്മ മണിയുടെയും മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ ഇവർ താമസിച്ചിരുന്ന തൃശ്ശൂരിലെ ഒരു വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തി. ദുർഗന്ധം വമിച്ചതോടെ അയൽക്കാർ രേഖയുടെ സഹോദരി സിന്ധുവിനെ വിവരമറിയിക്കുകയായിരുന്നു. സിന്ധുവാണ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ രേഖയുടേതും മണിയുടേതുമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരാളുടെ മൃതദേഹം ഹാളിലും മറ്റൊരാളുടെ മൃതദേഹം തൊട്ടടുത്ത മുറിയിലുമാണ് കണ്ടെത്തിയത്. വീട്ടിലെ സാധനങ്ങളെല്ലാം അലങ്കോലമായി കിടക്കുന്ന നിലയിലായിരുന്നു. പ്രേംകുമാർ അവിടെ താമസിച്ചിരുന്നതായി നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. പക്ഷേ അയാളെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. എന്തായാലും നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പ്രേംകുമാറിനെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാതായതോടെ പോലീസ് പ്രേംകുമാറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രേംകുമാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പോസ്റ്റ്മോർട്ടത്തിൽ മണിയെയും രേഖയെയും കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് തെളിഞ്ഞു. മൃതദേഹങ്ങൾക്ക് സമീപത്തു നിന്ന് ഒരു കത്തും രേഖയും സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. അവിടെ ഒരു കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിന്നെ ജീവിക്കാൻ വിടില്ല, മറ്റൊരു ജീവിതത്തിന് നിന്നെ സമ്മതിക്കില്ല, ഇവൾ മരിക്കേണ്ടവൾ. പ്രേംകുമാറിനെ പിടികൂടാനായി കേരള പോലീസിൻ്റെ 2 സംഘങ്ങൾ ഡൽഹിയിലേക്ക് പോയി. അങ്ങനെയിരിക്കെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരിങ്ങാലക്കുട പോലീസിന് ഒരു വിവരം കിട്ടുന്നു. കേദാർനാഥിലെ ഒരു വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ പ്രേംകുമാറിനെ കണ്ടെത്തിയിരിക്കുന്നു. അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതോടെ പോലീസ് ഈ കേസിൻ്റെ അന്വേഷണവും അവസാനിപ്പിച്ചു. പ്രേംകുമാർ എന്ന സീരിയൽ കില്ലർ അങ്ങനെ വിദൂരദേശത്ത് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു.